മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ ഒരു വീട്ടിൽ വിള്ളൽ. നേരിട്ടെത്തി പരിശോധന നടത്തി മന്ത്രി രാജൻ. വയനാട്ടിലെ സർക്കാർ ടൗൺഷിപ്പിലെ ഒരു വീട്ടിൽ വിള്ളൽ എന്ന വാർത്ത വന്നതോടെയാണ് റവന്യൂ മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. വിള്ളൽ രേഖപ്പെടുത്തിയ ഭാഗം മന്ത്രി ഉരച്ചുനോക്കി പരിശോധന നടത്തി. വീട് കൈമാറിയതിനു ശേഷമാണ് പ്രശ്നം വന്നിരുന്നതെങ്കിൽ അത് ഗൗരവമാകുമായിരുന്നെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വീട് കൈമാറിയതിനു ശേഷവും വിള്ളലിൽ കൂടി വെള്ളമിറങ്ങുന്ന സ്ഥിതിയുണ്ടായാൽ കരാറുകാരൻ നടപടിയെടുക്കണമെന്നും അല്ലെങ്കിൽ കരാർ പ്രകാരമുള്ള പണം സർക്കാർ നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ടായത് വലിയ വിള്ളലല്ലെന്ന് മന്ത്രി പറഞ്ഞു. വീട് ഇതുവരെ കൈമാറിയിട്ടില്ല. ചടങ്ങിൽ വെച്ച് കൈമാറിയത് പട്ടയം മാത്രമാണ്. മന്ത്രി വിശദീകരിച്ചു. രണ്ടിടങ്ങളിലാണ് വിള്ളൽ കണ്ടത്. അടുത്ത മാസം 178 വീടുകൾ താമസയോഗ്യമാക്കി കൈമാറും. അതേസമയം വിള്ളലുണ്ടായ സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കരാറുകാരുടെ സിഇഒ അരുൺ ബാബു അറിയിച്ചു. കെട്ടിടത്തിന്റെ ഘടനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കും. ടെറസ് മുഴുവൻ വാട്ടർ പ്രൂഫിംഗ് നടത്തുമെന്നും കൂടുതൽ ബലത്തിനായി ഫൈബർ കൂടി ചേർത്ത് റീകോൺക്രീറ്റ് നടത്തുമെന്നും കരാറുകാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വയനാട്.